നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. PSC ക്രമക്കേടിൽ ഗവർണർ ഇടപെടുന്നു. ലോക്ഭവൻ നിയമോപദേശം തേടി. ആക്ഷേപങ്ങളിൽ എങ്ങനെ ഇടപെടാനാകുമെന്ന് പരിശോധിക്കുന്നു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് കിട്ടിയത് നിരവധി പരാതികൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ LDF യോഗം ഇന്ന്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി CPI തർക്കത്തിനിടെ യോഗം. സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകും. അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം. നടപടി കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ. ഹൈക്കോടതി അനുവദിച്ചത് 2 ദിവസത്തെ കസ്റ്റഡി. ഡൽഹിയിൽ ലെയ്സൺ ഓഫീസ് തുറന്ന് BJP കേരള ഘടകം. വികസിത കേരളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ലക്ഷ്യം. BJP ദേശീയ നേതൃത്വത്തിലേക്ക് അനുരാഗ് ഠാക്കൂറും സ്മൃതി ഇറാനിയും തിരിച്ചെത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. നിതിൻ നബീന്റെ പുതിയ ടീമിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ബീഹാറിലെ ലഖിസാരായിൽ അശോക് ധാം ക്ഷേത്രത്തിൽ ദുരന്തം. തിരക്കിൽപ്പെട്ട് 7 മരണം. 12ഓളം പേർക്ക് പരിക്കേറ്റു. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് കമ്പി പൊട്ടി വീണത് ജനത്തെ പരിഭ്രാന്തരാക്കി. എല്ലാ രാത്രിയിലും ഗാസയിലെ 30 മുതൽ 40 വരെ ആളുകളെ കൊല്ലണമെന്ന ഇസ്രായേലി മന്ത്രി. തീവ്ര വലതുപക്ഷവാദിയായ ബെൻഗുറിന്റെ പ്രസ്താവന ഹമാസ് ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കവേ. മരുമകനെ ഇറക്കി നെതന്യാഹുവിന് ട്രംപിന്റെ ചെക്ക്. ഹമാസുമായി ഗാസ സമാധാന കരാർ ചർച്ച ചെയ്ത് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ജാരഡ് കുഷ്ണർ. ഇസ്രായേലിനെതിരെ 8 മുസ്ലിം രാജ്യങ്ങളുടെ പ്രമേയം. പാലക്കാട്ടെ ലഹരിവേട്ടയിൽ പിടിയിലായവർക്ക് പിന്നിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയെന്ന് പോലീസ്. 1 കോടി വിലമതിക്കുന്ന മയക്കുമരുന്നുമായി പിടിയിലായത് യുവതി ഉൾപ്പെടെ 3 പേർ. മുഖ്യപ്രതി മണ്ണാർക്കാട് സ്വദേശി സലിം. ഒറ്റ രാത്രി കൊണ്ട് റഷ്യയിലേക്ക് കുതിച്ചെത്തിയത് 800-ലധികം ഉക്രൈനിയൻ ഡ്രോണുകൾ. 600 എണ്ണവും മോസ്കോ നഗരത്തെ ലക്ഷ്യമിട്ട്. 2026 ഏറ്റവും വലിയ വ്യോമാക്രമണവുമായി യുക്രൈൻ. 7 മരണം. മോസ്കോയിലെ വൈൽഡ്ബറി വെയർഹൌസിന് തീപിടിച്ചു. യുക്രൈൻ ഉപയോഗിച്ചത് സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങൾ. കളി അവസാനിപ്പിക്കുമെന്ന സൂചനയുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ സീസൺ തന്റെ അവസാനത്താകാൻ സാധ്യതയുണ്ടെന്ന് ക്രിസ്ത്യാനോ. കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് അഭിമുഖത്തിൽ താരം. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാകുന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും E. coli ബാക്ടീരിയ. ഭക്ഷ്യവിഷബാധ, വയറിളക്കം, വൃക്ക തകരാർ എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളും ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ. വാർത്തകളുടെ വിശദാംശങ്ങൾക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന പ്രചാരണ മുദ്രാവാക്യമായ വികസിത കേരളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി പാർട്ടി കേരള ഘടകം ഡൽഹിയിൽ ലെയ്സൺ ഓഫീസ് തുറന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് വികസിത കേരളം പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് സമർപ്പിച്ചതിന് പിന്നാലെയാണ് സൗത്ത് അവന്യൂവിൽ ഓഫീസ് തുറന്നത്. ആ വാർത്തയിലേക്ക് വരാം. നെടുമ്പാശ്ശേരിയിൽ ഹോട്ടലിൽ തീപിടുത്തം. ഗ്രാൻഡ് മലബാർ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. റെസ്റ്റോറന്റിലുണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതമായി മാറ്റി. തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. നവമി ദിനേശ് ശരിയാണ്. നവമി, തീപിടുത്തത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തീ നിയന്ത്രണ വിധേയമായി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, എന്തായാലും വലിയ തീപിടുത്തമാണ് സംഭവിച്ചത്. തീ പൂർണ്ണമായും അണച്ചു. ആളപായമില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്പസമയം മുമ്പാണ് ഇത്രയും വലിയൊരു തീപിടുത്തം ഈ ഗ്രാൻഡ് മലബാർ ഹോട്ടലിലുണ്ടായത്. നെടുമ്പാശ്ശേരിക്ക് അടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഹോട്ടലിനോട് തൊട്ട് ചേർത്ത് തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട്. ആ കഫറ്റീരിയയിൽ ഈ അൽഫാം, മന്തി, ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും പുകക്കുഴൽ വഴി പോയ തീ അത് തൊട്ടടുത്തുള്ള മരത്തിലേക്ക് ആളെ കത്തുകയും, പക്ഷെ ആ മരത്തിൽ തീ പിടിച്ച കാര്യം ഈ ജീവനക്കാർ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ആ മരത്തിൽ നിന്നുള്ള തീയാണ് ഹോട്ടലിലേക്കും പടർന്നത്. ഈ തീ
പടരുന്നത് കണ്ട്, ഈ ഹോട്ടലിലേക്ക് തീ പടരുന്നത് കണ്ട് പെട്ടെന്ന് ജീവനക്കാർ നിലവിളിച്ച് പുറത്തേക്ക് ഓടുകയായിരുന്നു. റെസ്റ്റോറൻറ്റിലുള്ളവരും നിലവിളിച്ച് പുറത്തേക്ക് ഓടി എന്നുള്ളതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല. പക്ഷെ ഈ പറഞ്ഞു തീരുന്ന സമയം കൊണ്ട് തന്നെ ഹോട്ടൽ പൂർണ്ണമായും കത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ആദ്യം 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഒഴിവായത്. ജീവനക്കാരുടെ ഒരു അശ്രദ്ധ എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം തൊട്ടടുത്തുള്ള മരത്തിൽ ഇത്രയും വലിയ തീ പടർന്നിട്ടും ആരും കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ ഹോട്ടലിലേക്കും ഈ മരം വീഴുകയും തീ ആളിപ്പടരുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഈ നിരവധി തിരക്കുകളുള്ള, അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ വന്നു പോകുന്ന ഒരു റെസ്റ്റോറന്റ് കൂടിയാണ് ഈ മലബാർ. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ തീപിടുത്തമായിരുന്നു, പക്ഷേ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലാണ്, ഗ്രാൻഡ് മലബാർ ഹോട്ടലിലാണ് ഈ സംഭവം ഉണ്ടായത്. ഫയർഫോഴ്സിന്റെ കഠിന പരിശ്രമത്തെ തുടർന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ഒരു നിയന്ത്രണ വിധേയമായത് എന്ന് വേണം മനസ്സിലാക്കാൻ. പാലക്കാട്ടെ ലഹരി വേട്ടയിൽ പിടിയിലായവർക്ക് പിന്നിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയ എന്ന് പോലീസ്. ഒരു യുവതി ഉൾപ്പെടെ 3 പേരാണ് 1 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി പിടിയിലായത്. മണ്ണാർക്കാട് സ്വദേശി സലീമാണ് കേസിലെ മുഖ്യപ്രതിയെന്ന് പോലീസ് പറയുന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായായിരുന്നു പരിശോധന. സമീപകാലത്ത് കേരള പോലീസ് നടത്തിയ ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്ന് തന്നെയാണ് പാലക്കാട് നടന്നത്. ഇതിൽ MDMA, കൊക്കെയിൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് തുടങ്ങി എല്ലാവിധ നിയമവിരുദ്ധമായ ലഹരി ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. MDMA തന്നെ 3/4 കിലോയിലധികം വരും. അതുകൊണ്ട് തന്നെ വലിയ ഒരു തുക, 1 കോടിയിലധികം രൂപയുടെ മൂല്യം വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. 3 പേരാണ് പിടിയിലായത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ്റെ ഭാര്യയായ ദക്ഷിണ കന്നഡ സ്വദേശി ഫാത്തിമ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരുടെ വാഹനത്തിൽ നിന്നാണ് പോലീസ് ഈ ഒരു ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയത്. ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ പോലീസ് പറയുന്നത്, പാലക്കാട് നിന്ന് ഒരു കഞ്ചാവ് കടത്തു സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളാണ് ഇത്രയും വലിയ ഒരു ലഹരി വേട്ടയിലേക്ക് എത്തിയത്. അതിനെ തുടർന്ന് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആളെ, സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള ഒരു വ്യക്തിയെ, മണ്ണാർക്കാട് സ്വദേശിയുടെ സലീം എന്നാണ് പേരെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അയാളെ പോലീസ് പിടികൂടി. അയാളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ, അല്ലെങ്കിൽ അയാൾ വഴിയാണ് ഇപ്പോൾ ഈ വലിയ സംഘത്തെ, ഈ 3 അംഗ സംഘത്തെ പോലീസ് പിടികൂടിയത്. ബംഗളൂരിൽ നിന്നാണ് ഈ ഒരു ലഹരി കടത്തുന്നുണ്ടായിരുന്നത്. തമിഴ്നാട് കുനിയമുത്തൂർ ഭാഗത്തു നിന്ന് തന്നെ പോലീസ് ഈ ലഹരി കടത്തുകാരുടെ വാഹനത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. പോലീസ് അവരെ പിന്തുടരുന്നെന്ന് കണ്ട് അവർ റൂട്ട് മാറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ചു. വേലന്താവളം വഴി ചിറ്റൂരിലേക്ക് റൂട്ട് മാറ്റിയായിരുന്നു അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പക്ഷേ ഓലക്കോട് ജംഗ്ഷനിൽ വെച്ച് പോലീസ് അവരെ വാഹനം തടഞ്ഞു നിർത്തി അതിസാഹസികമായിട്ടാണ് ഇവരെ പിടികൂടിയത്. തുടർന്ന് 3 മണിക്കൂറിലധികം നീണ്ടുന്ന പരിശോധനയ്ക്ക് ശേഷമാണ് അവരുടെ വാഹനത്തിൽ നിന്നും ലഹരി മരുന്ന് കണ്ടെത്തിയത്. ഇത് പെട്രോൾ ടാങ്കിന്, ഇന്ധന ടാങ്കിന് അടുത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു. വളരെ വലിയ ആസൂത്രണമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. റെൻ്റേ കാർ ഉപയോഗിച്ചാണ് ഇവർ ലഹരി കടത്താൻ ഉപയോഗിച്ചിരുന്നത്. വാഹനം വാടകയ്ക്ക് നൽകിയവരെ കബളിപ്പിച്ചിട്ടാണ് അവർ ഈ വാഹനത്തിൽ ലഹരി ഒളിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും ഇത് വലിയ ഒരു സംഘത്തിൻ്റെ കണ്ണികളാണ് പിടിയിലായ 3 പേരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൽ അസറുദ്ദീൻ മുൻപും MDMA കേസുകളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. മറ്റുള്ളവരുടെ ക്രൈം ഹിസ്റ്ററിയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 1 കോടിയിലേറെ രൂപയുടെ മൂല്യമുണ്ട് ഇതിന് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും ബംഗളൂരു കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളിലേക്ക് ഏറെ വൈകാതെ അന്വേഷണം എത്തുമെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. CV അനുമോദ്, ന്യൂസ് 18. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഓണക്കാലത്ത് ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ല. വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ശക്തമായ നടപടി സ്വീകരിക്കും. അതിന് പോലീസിന് എല്ലാ തലങ്ങളിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓണക്കാലത്ത് ലഹരി ഒഴുക്കുന്നവര്, സ്പിരിറ്റ് ഒഴുക്കുന്നവര്, അതോടൊപ്പം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും. ഓപ്പറേഷൻ തുഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഓണക്കാലത്ത് മദ്യം ഒഴുക്കാനല്ലോ വേണ്ടേ, അല്ലെങ്കിൽ ഓണക്കാലത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാനല്ലോ വേണ്ടത്. അപ്പം അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. പോലീസും എക്സൈസും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒരുമിച്ച് ഈ കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്.
കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി 2 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. ഊന്നുകൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ കണ്ണൂരിൽ നിന്ന് വെള്ളിയാഴ്ചയാണ് കോതമംഗലം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി തിങ്കളാഴ്ച വരെ റിമാൻഡ് ചെയ്തത്. മാർത്താണ്ഡം കരിങ്കലിൽ സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് വിദ്യാർത്ഥി വീണു മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. പ്രതിഷേധിക്കാനെത്തിയ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും കയ്യേറ്റം ചെയ്തുവെന്നുമാണ് ആരോപണം. മാർത്താണ്ഡം കരിങ്കൽ ബെത്ലഹേം നഴ്സിംഗ് കോളേജിൽ മുന്നിലാണ് സംഭവം. ജീവന്റെ വില കൊടുത്തിട്ടുണ്ട് അതിന്. അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരും. അരുണ്, എന്താണ് സംഭവിച്ചത്? വലിയ സംഘർഷവും വലിയ വാഗ്വാദവും നമുക്ക് കേൾക്കാം. രജിത്, കഴിഞ്ഞ 15-ാം തീയതിയായിരുന്നു കത്തിപ്പാറ സ്വദേശിയും കോളേജിലെ ഈ ബദലഹേം കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിനിയുമായ 21-കാരിയായ അൻസിജയെ ഈ കോളേജ് കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണ ഗുരുതരമായ അവസ്ഥയിൽ കാണുന്നത്. തുടർന്ന് ഈ കുട്ടിയെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇന്നലെ പുലർച്ചെയായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. ഈ സമയം മുതൽ തന്നെ കുടുംബം ഗൗരവമായ ഒരു ആരോപണവുമായി മുന്നോട്ട് എത്തിയിരുന്നു. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്. കുട്ടിയെ ഈ പറയുന്ന കോളേജ് അധികൃതർ നടത്തിയ മാനസികമായ പീഡനത്തിനൊടുവിലാണ് കുട്ടി ഇത്തരത്തിലൊരു ഒരു അവസ്ഥയിലെത്തിയത്. ഒരുപക്ഷെ കുട്ടി അപായപ്പെടുത്തിയോ എന്ന് പോലും കുടുംബം സംശയിക്കുന്ന രീതിയിൽ പ്രതിഷേധവുമായി പരാതിയുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് സഹപാഠികളും മറ്റു വിദ്യാർത്ഥി സംഘടനകളും ഈ കോളേജിന്റെ മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. പ്രതിഷേധത്തിന് മുന്നിൽ കുത്തിയിരുന്ന സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. ഈ നീക്കുന്ന സമയത്ത് ഈ പറയുന്ന കയ്യാങ്കളിയിലേക്ക് എത്തുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പുരുഷ പോലീസാണ് സ്ത്രീകളായ അവിടുന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. എന്നാലും ഇപ്പോഴും അവിടെ സമരം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. കാരണം ഈ പറയുന്ന കോളേജിലെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, വാർഡൻ തുടങ്ങിയവർ നിരന്തരം കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്നത്. അതിന്റെ ഒരു ഇരയാണ് ഇപ്പോൾ ഈ കുട്ടി മരണത്തിൽ സംഭവിച്ചത്. ഇരയായാണ് ഈ കുട്ടി മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഇതിനൊക്കെ കാരണക്കാരായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, മൃതദേഹം ഇവിടെ എത്തിച്ച് സമരം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ഒരു സമരമായിട്ടാണ് ഇപ്പോൾ രംഗത്തുള്ളത്. എന്തായാലും ഈ പറയുന്ന മാർത്താണ്ഡത്ത് ഇപ്പോൾ കരിങ്കൽ സംഘർഷാവസ്ഥ തുടരുന്നു. അതേസമയം ഇതുവരെ ആർഡിഒ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടില്ല. മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആർഡിഒ എത്തണമെന്ന് കുടുംബത്തിന്റെ ഒരു അപേക്ഷ ഉണ്ടായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ അത് ഗൗരവമായി എടുത്തിട്ടില്ല. ഈ നിമിഷം വരെ ഈ പറയുന്ന ആർഡിഒ തമിഴ്നാട്ടിൽ നിന്നുള്ള അധികൃതരോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എത്തിയില്ല. ഇപ്പോഴും ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ മോർച്ചറിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നു ഇവരുടെ വരവിന് വേണ്ടി. പക്ഷെ ഇവർ വന്നതിന് ശേഷം മാത്രമേ മറ്റ് ഇൻഡസ്ട്രി നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിലേക്ക് എത്തുന്നത്. ഇതും വൈകുന്നുണ്ട്. കേരള മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ വിഷയം ഉന്നയിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഇവർ ആകെ ദുരിതത്തിലായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ശരി അരുൺ. കോതമംഗലം MA കോളേജിൽ ജീവനൊടുക്കിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മിച്ചി മാർപ്പുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മിച്ചി മാർപ്പുവിന്റെ മാതാപിതാക്കൾ ഇന്നലെ എത്തിയിരുന്നു. അരുണാചൽ പ്രദേശ് സ്വദേശിയും ബിടെക് 2-ാം വർഷ വിദ്യാർത്ഥിയുമായ മിച്ചി മാപ്പു കഴിഞ്ഞ ദിവസമാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആവശ്യമായ ക്രെഡിറ്റ് സ്കോർ നേടാനാകാത്തതിനെ തുടർന്ന് ഇയർ ഔട്ട് ആകുമെന്ന ഭയമാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് സഹപാഠികളുടെ ആരോപണം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ദാരുണമായ ഒരു സംഭവമാണ്. ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, ഈ മിർച്ചി മാർപ്പുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി പൊതുദർശനമാണ്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് മാതാപിതാക്കൾ ഇന്നലെ വൈകുന്നേരം എത്തിയിട്ടുണ്ട്. അവർക്ക് വിട്ടുകൊടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇനി സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. കോളേജിലെ അധ്യാപകരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2 മാസം മുൻപ് തന്നെ ഇത്തരത്തിൽ വിവിധ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടാണ്.
കറക്റ്റാണ്. സാധാരണയായിട്ട് മറ്റ് കോളേജുകളിലെ ക്രെഡിറ്റ് സ്കോർ 18 അതേസമയം ഈ കോളേജിലെ 22. ഇവർ അതിന് പ്രിൻസിപ്പൽ പറയുന്ന ഒരു ന്യായീകരണം പോലും അതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അതുകൊണ്ട് കോളേജിന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെ 22 എന്ന് പറയുന്ന ക്രെഡിറ്റ് സ്കോർ മറികടക്കാൻ പല കുട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടി. ഓരോ തവണയും ഇത്തരം ക്രെഡിറ്റ് സ്കോർ മിസ്സാവുന്ന കുട്ടികൾ വീണ്ടും സേ പരീക്ഷയ്ക്ക് 6000 രൂപ വെച്ചിട്ടാണ് ഒരു വിഷയത്തിന് പേ ചെയ്യേണ്ടി വരുന്നത്. അതായത് ഈ നിരവധി വിഷയങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ സപ്ലി ഉണ്ടാകുന്ന ഒരു സാഹചര്യം മിർച്ചി മർപ്പൂവിനുണ്ട്. അതുപോലെ നിരവധി കുട്ടികൾക്ക് അത്തരം സാഹചര്യങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി ക്രോഡീകരിക്കുമ്പോൾ ഈ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രിൻസിപ്പാലിന്റെ ഭാഗത്തു നിന്നും നിരുപാധികമായി കുട്ടികൾക്ക് അനുകൂലമല്ലാത്ത ഒരു നടപടിയിലേക്ക് തന്നെയാണ് പോയിട്ടുള്ള പല കുട്ടികളും ഇപ്പോൾ മിർച്ചിമർപ്പ് ഹോസ്റ്റൽ വിടേണ്ടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. വാടക വീട്ടിലാണ് അയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെ നിരവധി കുട്ടികളാണ് ഉള്ളത്. ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് കുട്ടികളുടെ മൊഴിയെടുക്കും, വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കും, അവരുടെ അധ്യാപകരുടെ മൊഴിയെടുക്കും, പാരൻസിൻ്റെയും മൊഴികൾ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിർച്ചിമർപ്പൂരെ സംബന്ധിച്ച് ഈ 6000 രൂപ എന്ന് പറയുന്നത് നിരവധി വിഷയങ്ങൾക്കാകുമ്പോൾ അതൊരു വലിയ തുകയാകുന്നു. അത്തരം വലിയ ഫീസ് അടച്ച് വീണ്ടും സേ പരീക്ഷ എഴുതാനുള്ള സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ ആളല്ല. അങ്ങനത്തെ സാമ്പത്തിക ഭദ്രതയില്ലാത്ത പല കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഈ പറയുന്ന സാഹചര്യം അവർ അനുഭവിക്കുന്നുണ്ട്. അതിന് പരിഹാരം കാണാമെന്ന് ഇന്നലെ പ്രതിഷേധത്തിനിടയിൽ മാനേജ്മെന്റ് നടത്തിയ ചർച്ചയിൽ അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും ഭീമമായ ഫീസ് ഈടാക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഇത്ര കാലം ഈ കോളേജ് മാനേജ്മെന്റ് നടത്തിയിട്ടുള്ളതെന്ന കാര്യമാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ മൊഴി പോലീസ് എടുക്കും. വിദ്യാർത്ഥികളുടെ മൊഴി അടുത്ത ദിവസങ്ങളിൽ മുതൽ അതായിരിക്കും ഉണ്ടാവുക. പ്രതിഷേധത്തെ തുടർന്നും മിർച്ചിമർപ്പൂവിന്റെ മരണത്തെ തുടർന്നും ഇന്ന് കോതമംഗലം MA കോളേജ് അവധി നൽകിയിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണമായിരിക്കും. ശരി, ആജ്ഞാ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു. കോതമംഗലം MA കോളേജ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സർവകലാശാലയുടെ മാനദണ്ഡവുമായി മുന്നോട്ട് പോകാമെന്ന് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചതായി റോജി M. ജോൺ. വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. മൃതദേഹം കൊണ്ടുപോകുന്നതിന് പ്രായോഗിക തടസ്സങ്ങളുണ്ട്. സർക്കാരിനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യാമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ചെമ്മനാട് കോളിയിടുക്കത്ത് അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാരണം കണ്ടെത്താനാകാതെ പോലീസ്. തൂങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മീപ്പുഗിരിയിലെ ഗണേശൻ, പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ഒരേ ഹുക്കിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇതേ വീട്ടിൽ നേരത്തെ അച്ഛനും മകനും ആത്മഹത്യ ചെയ്തിരുന്നുവെന്ന വിവരം കൂടി പുറത്തു വന്നതോടെ സംഭവം വലിയ ചർച്ചയായിട്ടുണ്ട്. മീപ്പുഗിരി സ്വദേശിയും ചെമ്മനാട് താമസക്കാരനുമായ ഗണേശന്റെ മകൾ പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി വൈഷ്ണവി എന്നിവർ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിന് ഇതുവരെ ഒരു കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം മറ്റ് അസ്വാഭാവികതയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇതിൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വീടിനകത്ത് ഒരേ ഹുക്കിൽ മകളെയും അതുപോലെ തന്നെ അച്ഛനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ മകളെ കാണാനില്ല എന്ന് ആദ്യം ഈ പിതാവ് പറയുന്നു. പിന്നീട് വീട്ടിൽ ഇങ്ങനെ മരിച്ച നിലയിൽ കാണുന്നു. അങ്ങനെ അയൽവാസികളോട് വിവരം പറയുകയും പിന്നീട് ഈ വീടിനകത്ത് കയറിയ ഗണേശൻ വാതിലടച്ച് അതേ ഹുക്കിൽ തന്നെ മകൾ തൂങ്ങി മരിച്ച അതേ ഹുക്കിൽ തന്നെ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇതിൽ എന്താണ് ഈ വൈഷ്ണവിക്ക് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. മകൾ മരിച്ച ദുഃഖത്തിലാകാം ഈ ഗണേശൻ ആത്മഹത്യ ചെയ്തെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അപ്പോഴും വൈഷ്ണവിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലാണ് ഇനി കണ്ടെത്തേണ്ടത്. ഏതായാലും സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വൈഷ്ണവിയുടെ അമ്മ ഒരു ഹോംനെസ്സായി കോഴിക്കോട് ജോലി ചെയ്യുകയാണ്. ഇവർക്ക് സഹോദരിയും അതുപോലെ തന്നെ ഒരു സഹോദരനുമുണ്ട്. സഹോദരി കുമ്പളിൽ വിവാഹം കഴിഞ്ഞ് അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. എന്തായാലും ഈ സംഭവത്തിൽ ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതേ വീട്ടിൽ തന്നെ 2025 ആഗസ്റ്റ് ഇതേ മാസം അച്ഛനും അതുപോലെ തന്നെ ഒരു മകനും ആത്മഹത്യ ചെയ്ത സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ ചർച്ചാ വിഷയം ആവുന്ന സാഹചര്യം തന്നെയാണുള്ളത്. എന്നാൽ ഇവരുടെ മരണത്തിൽ സംഭവം എന്താണെന്നുള്ളൊരു വ്യക്തത പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വൈഷ്ണവിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ കുടുംബത്തോടെയും അതുപോലെ തന്നെ അയൽവാസികളുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5-ലധികം പേരാണ് ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിശ്രുത
വരനും വധുവും ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്. അതിന് തൊട്ട് മുൻപാണ് കാസർഗോഡ് കലക്ടറേറ്റിലെ ജീവനക്കാരി ആശാലത ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം ഈ മുക്കൂടാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. മുക്കൂട് ഐജയുടെ നേരത്തെ വിവാദമായ ഒരു സംഭവമാണ്. ഐജ ഈ പരീക്ഷ സംഭവവുമായി ബന്ധപ്പെട്ട് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കുകയായിരുന്നു. ഐജിയുടെ സഹോദരൻ അർജുനാണ് ഇത്തരത്തിലുള്ള മംഗളൂരുവിൽ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെ ഇത്തരത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ മാസത്തിനിടെ തന്നെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലെല്ലാം പോലീസിന് കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതിൽ കൃത്യമായൊരു വ്യക്തത എന്താണ് ഇങ്ങനെ ഒരു ആത്മഹത്യ കാരണം എന്ന് കണ്ടെത്തിയാൽ ഒരു പക്ഷേ ഇത്തരത്തിൽ വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും ഒരു പക്ഷേ കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാൻ സഹായകരമാകും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഗണേശനും വൈഷ്ണവിയും ജീവനൊടുക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കാണാതായ 7ാം ക്ലാസ്സുകാരൻ ബിലാലിന്റെ മൃതദേഹം കണ്ടെത്തി. കൊതുകുമുക്ക് പാലത്തിന് അടിയിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കിട്ടിയത്. ശനിയാഴ്ച വൈകിട്ടാണ് കുട്ടിയെ കാണാതായത്. എറണാകുളം പിറവത്ത് പാർക്ക് ഇടിഞ്ഞു താഴ്ന്നു. 6ലേക്കാണ് പാർക്ക് ഇടിഞ്ഞു വീണത്. കൂടുതൽ ഭാഗം അപകട ഭീഷണിയിലാണ്. പിറവം പാഴൂർ ആറ്റുതീരം പാർക്കാണ് ഏകദേശം 200 മീറ്റർ ഭാഗം, പാർക്കിന്റെ 200 മീറ്റർ ഭാഗം ഇടിഞ്ഞ് മൂവാറ്റുപുഴ ആറിലേക്ക് വീണിരിക്കുന്നത്. എന്തായാലും ആ സമയത്ത് ആളുകൾ ഉണ്ടാകാത്തത് തന്നെ വലിയ ഒരു അപകടമാണ് ഒഴിവായത്. ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുടെ ഭാഗമായി ആ പ്രദേശത്തെ മണ്ണിന്റെ ഘടനയിലൊക്കെ മാറ്റമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു അപകട അവസ്ഥയിൽ തന്നെയായിരുന്നു ആ പാർക്കും പാർക്കിന് സമീപത്തുള്ള റോഡുകളുമൊക്കെ. നാട്ടുകാർ അത് പലതരത്തിലുള്ള പരാതികൾ ഉന്നയിച്ചെങ്കിൽ പോലും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറായിരുന്നില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഈ പാർക്കിൽ നിരവധി കുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ് ദിവസേന വന്നു പോകുന്നത്. ഒപ്പം സായാഹ്ന നേരത്തൊക്കെ അവർ നടക്കാൻ വരുന്നതും അതിന് സമീപത്ത് തന്നെ ഒരു ഓപ്പൺ ജിമ്മും ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ആളുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പാർക്ക്. ഈ പാർക്കാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഒരു ഭാഗം ഇടിഞ്ഞ് പുഴയിലേക്ക് വീണത്. എന്തായാലും ആളുകളില്ലാത്തത് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവാകാൻ കാരണവും. എന്തായാലും ഈ റോഡുമായി ബന്ധപ്പെട്ട് ഈ പാർക്ക് മാത്രമല്ല അതിന് സമീപത്തുള്ള റോഡുകളിലുമൊക്കെ വലിയ തരത്തിൽ അപകട നിലയിലാണ് നിലനിൽക്കുന്നതെന്ന ആരോപണങ്ങൾ നാട്ടുകാർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു, പരാതിയുമൊക്കെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ പാർക്കും അതിനോടനുബന്ധിച്ച ഇടങ്ങളുമൊക്കെ ഒന്ന് പുതുക്കി പണിയണം, അല്ലെങ്കിൽ അവിടുത്തെ അപകടം മാറ്റണം എന്നൊരാവശ്യമൊക്കെയാണ് എപ്പോഴും നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ ഒരു ക്യാമറയുണ്ട്, ആ ക്യാമറ പരിശോധിക്കണമെന്ന് ചെയർമാൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് വസ്തുത. ടൗണിലുമുണ്ട്. ഇതിപ്പോ പിറവത്തുനിന്നൊരു 2-2.5 കിലോമീറ്ററോളം അകലെയാണ് പാഴൂർ ആറ്റുതീരം പാർക്ക്. അത് പിറവത്തിന്റെ ടൗണിൽ തന്നെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന സംഭവം ഇരിക്കുന്നതും ഇതുപോലെ ഒരു പുഴയുടെ തീരത്ത് തന്നെയാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പണിത് വെച്ചൊരു സംഭവങ്ങളാണ്. അന്നത്തെ കാലത്ത് മതിയായ ഒരു ബലത്തോടു കൂടിയോ അല്ലെങ്കിൽ മതിയായ ഒരു കോൺട്രാക്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ മതിയായ ഒരു ആർക്കിടെക്റ്റോ എഞ്ചിനീയറുടെ ഒന്നും ഒരു കൺസെന്റോട് കൂടിയൊന്നും പണിതായിട്ട് പറയപ്പെടുന്നില്ല. ഇതിന്റെ എല്ലാ ഒരു ബലപരിശോധന അടിയന്തരമായിട്ട് നടപ്പിലാക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ഈ അപകടം നടക്കുന്ന സമയത്ത് പ്രദേശത്ത് ആളുകളില്ലായിരുന്നത് വലിയൊരു അപകടം തന്നെയാണ് ഒഴിവാക്കിയത്. എങ്കിൽ പോലും ഈ പ്രദേശത്തേക്ക് എത്തുവാനായി ആളുകൾ വീണ്ടും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒരുപാട് ഉപകാരപ്രദമാകുന്ന, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ കുട്ടികളുമായി വരാനും ഒപ്പം അല്പം പ്രായമായവരൊക്കെ ഒന്ന് സമയം ചിലവഴിക്കുവാനും ജിമ്മിലൊക്കെ വരുന്നതിനും വേണ്ടിയിട്ടൊക്കെ എത്തുന്ന സ്ഥലമാണ്. എപ്പോഴും തിരക്ക് ഉള്ള ഒരു പാർക്ക് തന്നെയാണിത്. അവിടെയാണ് ഇത്രയും വലിയ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. PSC ക്രമക്കേടിൽ ഗവർണർ ഇടപെടുന്നു. ലോക് ഭവൻ നിയമോപദേശം തേടി ആക്ഷേപങ്ങളിൽ എങ്ങനെ ഇടപെടാനാകുമെന്നാണ് പരിശോധിക്കുന്നത്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഗവർണർക്ക് കിട്ടിയത്. സംസ്ഥാന PSCക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗൗരവത്തോടുകൂടിയാണ് ലോക് ഭവൻ കാണുന്നത്. നേരത്തെ തന്നെ നിരവധി പരാതികൾ PSCയിലെ ക്രമക്കേടുകൾ ആരോപിച്ചു. നിരവധി പരാതികൾ യുവമോർച്ചയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പരാതി അടക്കം, നടപടി ആവശ്യപ്പെട്ടുള്ള പരാതി അടക്കം നിരവധി പരാതികൾ ലോക് ഭവന് മുന്നിൽ, ഗവർണർക്ക് മുന്നിലുണ്ട്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC. അവിടെ ലോക് ഭവന് ഗവർണർക്ക് ഇടപെടലിന് പരിമിതിയുണ്ട്. പിരിച്ചുവിടണമെന്ന് ആവശ്യമുള്ളപ്പോഴും അങ്ങനെ ഒറ്റയടിക്ക് ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് PSC ചെയർമാനെയോ PSCയോ പിരിച്ചുവിടാൻ കഴിയില്ല. അതുകൊണ്ടാണ് എന്തു ചെയ്യാനാകുമെന്ന കാര്യത്തിൽ ഗവർണറുടെ
ഓഫീസ് ലോക് ഭവൻ നിയമോപദേശം തേടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺസലിനോട് ഉപദേശം തേടിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഇടപെടാം ഗവർണർക്കെന്ന കാര്യത്തിൽ. രാഷ്ട്രപതിയാണ് ഇതിൽ തീരുമാനമെടുക്കുക. അതുകൊണ്ട് തന്നെ നിയമോപദേശം ലഭിച്ച ശേഷം രാഷ്ട്രപതിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കം നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പട്ടികകളുടെ കാര്യത്തിൽ, കൂടുതൽ നിയമനങ്ങളുടെ കാര്യത്തിൽ അഴിമതി ആരോപണം, ക്രമക്കേട് ആരോപണം ഉയർന്നു വരുന്നു. അതുകൊണ്ട് രാഷ്ട്രപതി ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ റിപ്പോർട്ട് നൽകിയേക്കാം. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ നിയമോപദേശം അടിസ്ഥാനത്താക്കുന്ന നീക്കങ്ങൾ. അങ്ങനെ രാഷ്ട്രപതിക്ക് ഗവർണർ റിപ്പോർട്ട് കിട്ടിയാൽ രാഷ്ട്രപതി ആ വിഷയം സ്വാഭാവികമായും സുപ്രീം കോടതിയുടെ റഫറൻസിൽ വിടണം. സുപ്രീം കോടതിയാണ് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത്. സുപ്രീം കോടതി അന്വേഷണം ആരംഭിച്ചാൽ ഗവർണർക്ക് PSC ചെയർമാനെയും അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ കഴിയും. അതിനുശേഷം മാത്രമേ തുടർ നടപടികൾ സുപ്രീം കോടതിയുടെ അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തിന് മാത്രമേ PSC പിരിച്ചുവിടാൻ കഴിയുകയുള്ളൂ. ഏതായാലും അത്തരം സാധ്യതകളാണ് ഇപ്പോൾ ലോക് ഭവൻ ആലോചിക്കുന്നത്. സംസ്ഥാനത്തും പരാതികൾ ഓരോ ദിവസം ഉയർന്നു വരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണത്തിനപ്പുറത്തേക്ക് ലോക് ഭവൻ്റെയും രാഷ്ട്രപതിയുടെയൊക്കെ ഇടപെടൽ സംസ്ഥാന PSC കാര്യത്തിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. കാലടി സർവകലാശാല വൈസ് ചാൻസലർക്ക് ശവമഞ്ചമൊരുക്കിയ നടപടി പ്രാകൃതമെന്ന് രമേശ് ചെന്നിത്തല. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകും. ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. വളരെ വളരെ ദൗർഭാഗ്യകരമായ സംഭവം. ഒരിക്കലും ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശവമഞ്ചം ചുമന്നുകൊണ്ട് പോയി അവരെ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന നടപടി ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഒരു സംശയവും ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതല്ല. ഒരു വൈസ് ചാൻസലറെ, ജീവിച്ചിരിക്കുന്ന വൈസ് ചാൻസലറുടെ പേരിൽ ശവമഞ്ചം ഒരുക്കുക, ഇതേത് പ്രാകൃതമായ സമര ആഭാസമാണ്. ഇതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് അത് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിച്ചില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത മോഹനൻ കുന്നുമ്മലിന്റെ നടപടി പദവിക്കെതിരെ കാത്തുവന്ന മന്ത്രി റോജി എം ജോൺ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന വീതം വെപ്പിന്റെ ഭാഗമായിട്ടാണ് മോഹനൻ കുന്നുമ്മൽ VC ആയത്. വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയിൽ പങ്കെടുത്ത് പ്രത്യയശാസ്ത്ര ധ്രുവീകരണം നടത്തുന്നത് ശരിയല്ലെന്നും റോജി പറഞ്ഞു. സർവകലാശാല വൈസ് ചാൻസലർമാർ ഒരു കാരണവശാലും പ്രത്യയശാസ്ത്ര ധ്രുവീകരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല. അവർ അവരുടെ സ്ഥാനത്തിൻ്റെ മഹത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടികളിൽ നിന്നും അത്തരം സംഘടനകളുടെ പരിപാടികളിൽ നിന്നും മാറി നിൽക്കുവാനായിട്ടുള്ള ഔചിത്യം എല്ലാ വൈസ് ചാൻസലർമാർക്കും ഉണ്ടാവേണ്ടതാണ്. ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച ഒരു രീതിയാണ്. ഇതുപോലെ ഇപ്പോൾ ഗവർണർ ഇടപെട്ടുകൊണ്ട് സർവകലാശാലകൾ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. ആ ആളുകൾ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ഒന്നല്ല നിരവധി വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വത്തിന് അല്ലെങ്കിൽ ആ സ്ഥാനത്തിന് യോജിച്ച പരിപാടികളല്ല. ഒരു കാരണവശാലും നമുക്ക് അതിനോട് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇത് ഈ വൈസ് ചാൻസലർ എങ്ങനെയാണ് നിയമിതനായതെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണ്ടേ? ഈ വൈസ് ചാൻസലർ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചില നേതാക്കന്മാരുടെയൊക്കെ പ്രസ്ഥാനങ്ങളൊക്കെ ഞാൻ കാണുകയുണ്ടായി. കേരള സർവകലാശാലയിൽ ഈ പ്രസ്തുത വ്യക്തി വൈസ് ചാൻസലറായി നിയമിതനായത് 1:1 എന്ന നിലയ്ക്ക്, ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ഞങ്ങൾക്ക് എന്ന നിലയ്ക്ക് വൈസ് ചാൻസലർ പദവി കഴിഞ്ഞ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കാലത്ത് വീതം വെച്ചപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ നിയമിതനായിട്ടുള്ള ഒരു വൈസ് ചാൻസലറാണ്. അപ്പോൾ ഈ വൈസ് ചാൻസലർ ആ സ്ഥാനത്തിരിക്കുന്നതിന് ഉത്തരവാദി എന്ന് പറയുന്നത് അന്നത്തെ സർക്കാരാണ്. കാരണം അവർ ഗവർണറുമായിട്ടുണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേരള സർവകലാശാലയിൽ ഒരാളെ വൈസ് ചാൻസലറായിട്ട് വയ്ക്കുന്നതും CPMന് താല്പര്യമുള്ള ഒരാളെ മറ്റൊരു സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് വയ്ക്കുകയും ചെയ്തത്. ഇടതുമുന്നണി സംസ്ഥാന നേതൃയോഗം വൈകിട്ട് ചേരും. 100 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുന്നണി യോഗം ചേരുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM-CPI തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് മുന്നണി യോഗം വൈകിയത്. എന്നാൽ സർക്കാരിനെതിരെ യോജിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അനിവാര്യമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നത മാറ്റിവെച്ച് യോഗം ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ സമരത്തിന് ആഹ്വാനം ഉണ്ടാകും. ആഭ്യന്തര തർക്കത്തെ തുടർന്ന് പിളർന്ന NCPയുടെ 2 വിഭാഗങ്ങളെയും യോഗത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെ പ്രഖ്യാപിക്കാത്തതിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. ഓണത്തിന് ശേഷം പ്രഖ്യാപനമുണ്ടായേക്കും. ഘടകകക്ഷികളുമായുള്ള സമവായ ചർച്ചകളും ഉടൻ പൂർത്തിയാക്കും. തർക്കങ്ങളുടെ പേരിൽ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കാൻ നീട്ടിവെക്കാനാവില്ല നിലപാടിലാണ് മുഖ്യമന്ത്രി. പദവികൾ ലക്ഷ്യമിട്ട് മുതിർന്ന നേതാക്കളും രംഗത്തുണ്ട്.
ബോർഡ് കോർപ്പറേഷൻ വിഭജനം എക്കാലത്തും UDFന് കീറാമുട്ടിയാണ്. പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞും പല ബോർഡ് കോർപ്പറേഷനുടെയും അധ്യക്ഷന്മാരെ നിയമിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത്തവണയും 3 മാസം മാത്രമേ ആയിട്ടുള്ളെങ്കിലും സമാനമായ പ്രതിസന്ധിയുണ്ട്. ആദ്യം ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് ഏതെല്ലാം ഓരോ പാർട്ടിയുടെ കോട്ട തീരുമാനിക്കണം. പലർക്കും അവകാശവാദമുണ്ട്, അതിൽ തീരുമാനമെടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യക്ഷ സ്ഥാനം വരുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്ന മുൻമന്ത്രി കൂടിയായ MK മുനീറിന് വേണ്ടി ലീഗ് അത് ആവശ്യപ്പെടുന്നുണ്ട്. PJ ജോസഫിനും സമാനമായ ആവശ്യമുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആ പദവിയിലേക്കോ അല്ലെങ്കിൽ മുന്നാക്ക ക്ഷേമ കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് വേണമെന്ന ആഗ്രഹമുണ്ട്. VM സുധീറിന്റെ പേര് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചെങ്കിലും അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞ് സ്വയം മാറി നിന്നു. അതുകൊണ്ട് ആ തലവേദന ആ രീതിയിൽ കോൺഗ്രസിന് ഒഴിവായിട്ടുണ്ട്. നോർക്ക വൈസ് ചെയർമാൻ സ്ഥാനവും അതുപോലെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. മാണി സി കാപ്പൻ ആദ്യഘട്ടത്തിൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട പ്രതീക്ഷിച്ച ആളാണ്. അദ്ദേഹം ലഭിച്ചിരുന്നില്ല. ടേം വ്യവസ്ഥ അദ്ദേഹം ലഭിക്കുമെന്നാണ് സൂചനകളുള്ളത്. പക്ഷേ അതിനൊരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ മാണി സി കാപ്പൻ അത് ഏറ്റെടുക്കണമെന്ന ആവശ്യം അദ്ദേഹത്തിന് പാർട്ടിയിലുണ്ട്. പക്ഷേ ആ പദവി ഏറ്റെടുത്താൽ പിന്നീട് മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോകുമോ എന്ന ആശങ്ക കാപ്പനുണ്ട്. അതുകൊണ്ട് അതിലും തർക്കമുണ്ട്. ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി ദേവരാജൻ, ഫോർവേഡ് ബ്ലോക്ക് നേതാവ്, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടം സീറ്റ് നിഷേധിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിനെ പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അന്തിമ തീരുമാനമായിട്ടില്ല. ഈ പാർട്ടികളുടെ കോട്ട വിഭജിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിലും വലിയ തർക്കങ്ങളുണ്ട്. പ്രത്യേകിച്ചും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലും മറ്റ് പദവികളൊന്നും ലഭിക്കാതെ പോയ യൂത്ത് കോൺഗ്രസ് KSU ഭാരവാഹികളുണ്ട്. അവരുൾപ്പെടെ ഈ പ്രധാനപ്പെട്ട പദവികളിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുന്നുണ്ട്. അവരെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് CPM ൽ നിന്നെത്തി കൊട്ടാരക്കര മത്സരിച്ച ഇഷ പോറ്റി ആ പദവി ആഗ്രഹിക്കുന്നുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയും അവർക്ക് പിന്തുണ നൽകുന്നു. എന്നാൽ KC വേണുഗോപാലിൻ്റെ നോമിനി അവിടെ ദീപ്തി മേരി വർഗീസാണ്. അവരെ തിരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ പരിഗണിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നൽകണമെന്ന് ആവശ്യമുണ്ട്. അങ്ങനെ അതിലും തർക്കം നിൽക്കുന്നുണ്ട്. അങ്ങനെ പല പദവികളുടെ കാര്യത്തിലും വലിയ തർക്കങ്ങൾ കോൺഗ്രസ് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വിഭജനം വൈകുന്നത്. വളരെ വേഗം ഇത് പൂർത്തിയാക്കണമെന്ന് താല്പര്യം മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനം പോലും ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ബിന്ദു കൃഷ്ണയുടെ പേഴ്സണൽ സ്റ്റാഫായി ശരത് എന്ന കോൺഗ്രസിൻ്റെ സെക്രട്ടറി സംഘടനാ നേതാവിനെ വളരെ ആദ്യഘട്ടത്തിൽ തന്നെ അവർ നിർദ്ദേശിച്ചതാണ്. പക്ഷേ മുഖ്യമന്ത്രി അതിന് അനുമതി നൽകുന്നത്. 2 കാരണങ്ങളാണ് അനുമതി നൽകാത്തതിന് പിന്നിലുള്ളത്. ഒന്ന്, പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികളുടെ എതിർപ്പുണ്ട്. അദ്ദേഹം ഒരു തരത്തിലും കോൺഗ്രസിനെ പ്രാദേശികമായി സഹായിക്കുന്ന വെമ്പായം തേക്കട ഭാഗങ്ങളിൽ ഒരു തരത്തിലും സഹായിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ കൂറ് CPM-നോടും BJP-യോടുമാണെന്ന് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആ മണ്ഡലം കമ്മിറ്റികൾ നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. സെക്രട്ടറി അസോസിയേഷനും ശരത്തിൻ്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ CPM അനുകൂല നിലപാട് സ്വീകരിച്ച ആളാണ്. ഒരു കാരണവശാലും അദ്ദേഹത്തെ പേഴ്സണൽ സ്റ്റാഫിൽ കൊണ്ടുവരുന്ന നിലപാടാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ കോൺഗ്രസ് അനുകൂല സംഘടനകൾ സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി കണ്ടവർ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ശരത്തിൻ്റെ നിയമന കാര്യത്തിൽ ഇപ്പോഴും പ്രശ്നമാണ്. തർക്കങ്ങൾ പരിഹരിക്കാൻ നിയമിക്കാനാകില്ല എന്ന നിലപാട് മുഖ്യമന്ത്രിക്ക്. എന്നാൽ KC വേണുഗോപാലിൻ്റെ മുൻ PA കൂടിയ ശരത്ചന്ദ്രനെ നിയമിക്കാത്തത് അദ്ദേഹത്തിന് നോമിനിയായത് ഉണ്ടെന്ന വിമർശനവും VD സതീശൻ വിരുദ്ധ ക്യാമ്പ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതായാലും തർക്കം തീരാതെ സ്റ്റാഫിനെ ഇദ്ദേഹത്തെ വെക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി നിലപാടെടുക്കുന്നു. അദ്ദേഹം അല്ലെങ്കിൽ മറ്റാരും വേണ്ട നിലപാടിലാണ് ഇപ്പോഴും ബിന്ദു കൃഷ്ണയുള്ളത്. പകരം പേരവർ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ അത്തരം പ്രതിസന്ധിയും കോൺഗ്രസിൽ ഇപ്പോഴും ബാക്കിയാണ്. ജനങ്ങളിൽ നിന്ന് കിട്ടിയ പിന്തുണ ഉപയോഗപ്പെടുത്താൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന് നടൻ ദേവൻ. സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത് രാഷ്ട്രീയവൽക്കരിച്ച ഭീകരവാദമാണെന്നും ഇതിനെ നേരിടുന്നതിൽ BJP നേതൃത്വം പരാജയമാണ്, അതിനാലാണ് പാർട്ടി വിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂരും പുതുക്കാടും അസംബ്ലി സീറ്റുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ തന്നെ മാറ്റി മറ്റു സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ രാജ് ചന്ദ്രശേഖരെ ബന്ധപ്പെട്ടിട്ടും പ്രതികരണമുണ്ടായില്ല എന്നും ദേവൻ വ്യക്തമാക്കി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പറയാനും ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. ഫോൺ ചെയ്താൽ എടുക്കില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭം. അപ്പോൾ എനിക്ക് എൻ്റെ പരാതി ഞാൻ ആരോട് പറയും എന്നുള്ളത് വലിയൊരു പ്രശ്നമായിപ്പോയി. അതിന് കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ഒരു പരാതി എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ ആരെയും കിട്ടുന്നില്ല. അതേമാണ് അവൈലബിൾ അല്ലത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സമയം വേസ്റ്റാക്കരുത്. ഞാനൊരു പുതിയ പൊളിറ്റിക്കൽ ആശയമായിട്ട് വന്നിട്ട് BJP-യിൽ വന്നതെല്ലാം നടക്കുമെന്നുള്ള ഉദ്ദേശത്തോട് വന്നിട്ട് എൻ്റെ ആശയങ്ങൾ അവിടെ നിൽക്കുകയാണ്, അവിടെ കെട്ടിക്കെടുക്കുകയാണ്. അത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ള ഉദ്ദേശത്തോട് വന്ന ഞാൻ എന്നെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് നമ്മുടെ ലൈനല്ല എന്ന് തോന്നി. അതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞൊരു 3 മാസം മുമ്പ് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ പഴയ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, എൻ്റെ അണികൾ, അവരെല്ലാം വിളിച്ച് ഞാൻ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഒരു 3 മാസം മുമ്പ്. അപ്പോൾ എനിക്ക് 14,000 അംഗങ്ങളുണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ ആലോചിച്ചു. അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങളുണ്ട് പിന്നിൽ,
നമുക്ക് നമ്മുടെ പഴയ പാർട്ടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴത്തെ എൻ്റെ ഒരു ഐഡിയ, എൻ്റെ പഴയ പാർട്ടി കേരള പീപ്പിൾസ് പാർട്ടി എന്നായിരുന്നു. അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, നാഷണൽ പാർട്ടിയല്ല. BJP ദേശീയ നേതൃത്വത്തിലേക്ക് അനുരാഗ് ഠാക്കൂറും സ്മൃതി ഇറാനിയും തിരിച്ചെത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തന്റെ പുതിയ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെയാണ് പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള നിർണായകമായ മാറ്റങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുനഃസംഘടനയിൽ അനുഭവ സമ്പത്തും പുതുതലമുറയുടെ ഊർജ്ജവും ഒരുപോലെ സംയോജിപ്പിക്കാനാണ് BJP നീക്കം. 45 വയസ്സുകാരനായ നിതിൻ നബീൽ BJPയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനെന്ന ഖ്യാതിയോടെയാണ് ചുമതലയേറ്റത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന സംഘടനാ അഴിച്ചുപണിയാണിത്. യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതിനോടൊപ്പം പ്രാദേശികമായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ നേതൃത്വം ശ്രദ്ധിക്കുന്നുണ്ട്. അനുഭവപരിചയമുള്ളവർക്കും മുതിർന്ന നേതാക്കൾക്കും പുതിയ മുഖങ്ങളെയും ഒരേപോലെ ഉൾപ്പെടുത്തിയായിക്കൊണ്ടാണ് സംഘടന ശക്തിപ്പെടുത്താൻ നീക്കത്തിലൂടെ നിതിൻ നബീൽ ലക്ഷ്യമിടുന്നത്. RSSന് എതിരെ കർണാടക മന്ത്രി യതീന്ദ്ര സിദ്ധരാമയ്യ RSS 1000 തലയുള്ള വിഷപ്പാമ്പിനെ പോലെയാണെന്ന് മൈസൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിക്കിടെ അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ സന്ദർശിച്ച സ്ഥലത്ത് അദ്ദേഹം മടങ്ങിയ ശേഷം ശുദ്ധീകരണത്തിനായി ഹവനങ്ങൾ നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇത് ഖാർഗെയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും RSS ಶ್ರೀರಾಮಸೇನೆയും ഖാർഗെയോട് മാപ്പ് പറയണമെന്നും സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടു. ಮನುವಾದದ ವಿಷ ತುಂಬಿಕೊಂಡಿರುವಂತದ್ದು ಇದು ಇಡೀ ಸಮಾಜಕ್ಕೆ ವಿಷ ತುಂಬುವಂತ ವಿಷ ಕಕ್ಕುವಂತ ಒಂದು ನಾಗರ. ಇದನ್ನ ನಾವು ಹೀಗೆ ಬಿಟ್ರೆ ನಮ್ಮ ಸಮಾಜ ಹಾಳಾಗುತ್ತೆ, ನಮ್ಮ ದೇಶನೂ ಹಾಳಾಗುತ್ತೆ. ಹಾಗಾಗಿ ಯಾರ್ಯಾರು ಪ್ರಜ್ಞಾವಂತರಿರ್ತಾರೆ, ಯಾರು ಈ ಜಾತಿ ವ್ಯವಸ್ಥೆಯನ್ನ ತೊಡೆದು ಹಾಕಬೇಕು ಅಂತ ಭಾವಿಸಿರ್ತಾರೆ ಅವರೆಲ್ಲ. ബീഹാറിലെ ഖലിസരായിൽ അശോക് ധാം ക്ഷേത്രത്തിലുണ്ടായ തിരക്കിൽപ്പെട്ട് 7 മരണം. 12ഓളം പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി സദർ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റവരെല്ലാം സ്ത്രീകളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ക്ഷേത്രവളപ്പിന് പുറത്തുണ്ടായിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് കമ്പി പൊട്ടി വീഴുകയായിരുന്നു. അതിൽ നിന്നും കറണ്ട് പടരുന്നുണ്ടെന്ന തെറ്റായ അഭ്യൂഹം പരന്നതാണ് തിരക്കിനും ദുരന്തത്തിനും കാരണമായത്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് പുളിങ്ങോം പാലവയലിൽ പുഴ വഴിയെത്തിയ കാട്ടാന പാളത്തിൽ കയറാൻ ശ്രമിച്ചത് ആശങ്കയുയർത്തി. ജനവാസ പ്രദേശത്ത് കടക്കാൻ ശ്രമിച്ച കാട്ടാന നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് തിരികെ വനത്തിലേക്ക് പോയത്. ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. രാവിലെ 7:30 മണിയോടെയാണ് പുളിങ്ങോം പാലാവയൽ പ്രദേശത്തെ പുഴ വഴി എത്തിയ ആന പാലത്തിലേക്ക് കയറാൻ ശ്രമിച്ചത്. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പാലത്തിന് സമീപം ആന എത്തിയത് നാട്ടുകാരിൽ ഏറെ നേരം പരിഭ്രാന്തിക്ക് ഇടയാക്കി. പാലത്തിൽ തടിച്ചുകൂടിയവർ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കിയതോടെ ആന തിരിച്ചു പോവുകയായിരുന്നു. അരമണിക്കൂറോളം സമയം ടൗണിനോട് ചേർന്നുള്ള പാലത്തിനരികിലായി പുഴയോരത്ത് ആനയുണ്ടായിരുന്നു. കർണാടക വനാതിർത്തിയിൽ നിന്നെത്തിയ ആന ദിവസങ്ങളായി ഈസ്റ്റ് ഏളേരി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലായി വ്യാപകമായി തെങ്ങുകളും വാഴകളും അടക്കമുള്ള കൃഷികൾ നശിപ്പിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുൻപുണ്ടായ ശക്തമായ മഴയിലും വെള്ളത്തിലും വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഫെൻസിംഗ് താറുമാറായതോടുകൂടിയാണ് ആന വരാൻ തുടങ്ങിയത്. കർണാടക വനത്തിൽ നിന്ന് പാലാവയൽ ടൗൺ പ്രദേശത്തേക്ക് 500 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ന്യൂസ് 18 കാസർഗോഡ്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന തിരുവനന്തപുരം ജനറൽ ആശുപത്രി പാറ്റൂർ റോഡിൽ കാൽനട യാത്രക്കാർക്ക് വേണ്ടി ട്രാഫിക് പരിഷ്കാരം. ട്രാഫിക് പോലീസിന്റെ സഹായമില്ലാതെ സുഗമമായി റോഡ് മുറിച്ച് കടക്കാനുള്ള സംവിധാനമാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി സജ്ജമാക്കിയിരിക്കുന്നത്. ഇത് നഗരത്തിലെ തിരക്കേറിയ മറ്റിടങ്ങളിലും സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തലസ്ഥാനത്ത് ഒരുപാട് ആധുനിക സംവിധാനങ്ങൾ പാതയോരങ്ങളിലും അതോടൊപ്പം തന്നെ റോഡുകളിലുമൊക്കെ മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന പുതിയൊരു പരിഷ്കാരം തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള കണ്ണാശുപത്രിക്ക് സമീപത്തെ റോഡിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കാരണം സാധാരണക്കാരായ രോഗികൾ, പ്രായമായവരടക്കം ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണിത്. ആ സ്ഥലത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിന് സാധാരണക്കാരായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പുതുതായി ചെയ്തിരിക്കുന്ന ഒരു പരിഷ്കാരമാണിത്. ഇവിടെ ഒരു മെഷീനുണ്ട്. ആ മെഷീനിൽ പുഷ് ബട്ടൺ ടു ക്രോസ് എന്ന ഭാഗത്ത് പ്രസ് ചെയ്താൽ ഇവിടെ നിന്ന് വളരെ സാവധാനത്തിൽ
റോഡ് മുറിച്ച് കിടക്കാം. വാഹനങ്ങളൊക്കെ അവിടെ അപ്പോൾ ബ്ലോക്കായി നിൽക്കും. ഏതാനും സെക്കൻഡുകളായിരിക്കും അത് പ്രവർത്തിക്കുക. അതിനുശേഷം വാഹനങ്ങൾക്ക് സുഗമമായി പോകുന്നുള്ള ക്രമീകരണം, അതായത് ആളുകൾക്ക് സുരക്ഷിതമായി റോഡ് ക്രോസ് ചെയ്ത് കടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ പുതിയൊരു പരിഷ്കാരം ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണ് കാണാത്ത, ഒരു കണ്ണ് മാത്രം കാണുന്ന ആളുകൾ ഉൾപ്പെടെ ഒരുപാട് പേർ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്താറുണ്ട്. അവിടെ അവരുടെ ഒരു ജീവന് സുരക്ഷിതത്വം നൽകുക എന്നൊരു ലക്ഷ്യം കൂടി ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ട് എന്നതാണ് എടുത്തു പറയുന്ന കാര്യം. ഇനി ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. ഇതാണ് പച്ച ബട്ടൺ, പുഷ് ബട്ടൺ ടു ക്രോസ്. നമ്മൾ ക്രോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ ബട്ടൺ പ്രസ് ചെയ്യുക, വെയിറ്റ് എന്ന് വരും. അതിനുശേഷം കാത്തു നിൽക്കുന്ന സമയത്ത് അവിടെ സിഗ്നൽ ഗ്രീനായി മാറും. ഗ്രീനായി മാറുന്ന സമയത്താണ് നമുക്ക് റോഡ് മുറിച്ച് കിടക്കാനുള്ള സൗകര്യം ഒരുങ്ങുക. ഒരു പൂർണ്ണമായി സോളാർ സഹായത്തോടെയാണിത് പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ആളുകൾ ഇപ്പോൾ ഒരുമിച്ച് ആളുകൾ ക്രോസ് ചെയ്യാനായി അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നാണ് ഇവിടേക്ക് ക്രോസ് ചെയ്ത് വരേണ്ടത്. ഇപ്പോൾ ആളുകൾക്ക് ക്രോസ് ചെയ്യാം. വാഹനങ്ങൾ പൂർണ്ണമായി നിന്നിരിക്കുന്നു. അതിനിടയിൽ കൂടിയും ചീറിപ്പാഞ്ച് വാഹനങ്ങൾ വരുന്നുണ്ട് ഈ സിഗ്നൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട്. അതാണ് അത്രയും അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഏറെയുള്ള ഒരു സ്ഥലത്താണ്. പൊതുജനങ്ങളുടെ സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ട്, കാൽനട യാത്രക്കാരുടെ സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം, ഇങ്ങനെ ഒരു അലാം കേട്ടതിന് ശേഷം ആ സിഗ്നൽ ഓഫാകും. അപ്പോൾ വാഹനങ്ങൾ സാധാരണയായി ഇതുവഴി ക്രോസ് ചെയ്തു പോകും. ഇതാണ് ഈ സാങ്കേതിക സംവിധാനം. ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചാൽ സാധാരണക്കാരായ ആളുകൾക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ലഭ്യമായ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും കൃത്യമായി ഉപയോഗിച്ചു. അപര്യാപ്തതയുള്ള സ്ഥലങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികളടക്കമുള്ള കടൽ കർഷകരുടെ ശ്രമങ്ങൾ മറക്കാനാവാത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കാസർഗോഡ് വിദ്യാനഗർ ഉദയഗിരിയിൽ 16 വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ഉദയഗിരി കൈലാസപുരം സ്വദേശി അബൂബക്കറിന്റെ മകൻ ഇ ഷഹീദ്. രാവിലെ 2 അനിയന്മാർക്കൊപ്പം വീടിന് സമീപത്തെ കുളത്തിൽ കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാകുന്നുവെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെ റിപ്പോർട്ട്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും ഈ കോളി ബാക്ടീരിയ, ഭക്ഷ്യവിഷബാധ, വയറിളക്കം, വൃക്കത്തകരാർ എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളും ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ. തൃശൂർ മാള ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സയൻസ് സ്കൂൾ ഉടമ ഡോക്ടർ രാജു ഡേവിസിന്റെ വീടിന് മുന്നിൽ KSU പ്രതിഷേധം. സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തെ തുടർന്നാണ് പ്രതിഷേധം. വിവാദമായപ്പോൾ ആദ്യം ന്യായീകരിച്ചും പിന്നീട് മാപ്പ് പറഞ്ഞും ഡോക്ടർ രാജു ഡേവിസ് തലയൂരുകയായിരുന്നു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കണ്ണൂർ സർവകലാശാലയിൽ SFI നേതാവ് ഐഷി ഘോഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഷീഫ് ഫെസ്റ്റിന് അനുമതി നിഷേധിച്ച് കണ്ണൂർ സർവകലാശാല VC. പാലയാട് ക്യാമ്പസ് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്താൻ ശ്രമിച്ച പരിപാടിക്കാണ് അനുമതി കിട്ടാഞ്ഞത്. എന്നാൽ പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് SFI ജില്ലാ നേതൃത്വം അറിയിച്ചു. ചിങ്ങമൊന്നിന് ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 21 രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ചിങ്ങമാസ പൂജകൾക്ക് സമാപനമാകും. ഓണം പൂജകൾക്കായി ഓഗസ്റ്റ് 24 വൈകിട്ട് നട വീണ്ടും തുറക്കും. പുതുവർഷത്തിൽ ക്ഷേത്രദർശനം നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലും പെരുവാരം മഹാദേവ ക്ഷേത്രത്തിലുമായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം. മലപ്പുറം പുത്തനങ്ങാടിയിൽ ആനക്കൊമ്പ് കടത്താൻ ശ്രമിച്ച 4 പ്രതികളെ തിരുവനന്തപുരം വനം ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. 3.5 കിലോയോളം ഭാരമുള്ള ആനക്കൊമ്പും പ്രതികൾ സഞ്ചരിച്ചിരുന്ന 2 വാഹനങ്ങളും വനംവകുപ്പ് പിടിച്ചെടുത്തു. സമീർ ബാബു, ഷമീർ, സുബൈർ, ജംഷീർ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇന്ന് 100ാം ദിനം. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വിജയ് തമിഴ്നാട്ടിലെത്തിച്ചത് 1 ലക്ഷം കോടിയുടെ നിക്ഷേപ പദ്ധതികൾ. ചെന്നൈയിൽ സംഘടിപ്പിച്ച ബെട്രി തമിഴ്നാട് ഇൻവെസ്റ്റേഴ്സ് കോൺക്ലേവിൽ 97 ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചു. പുതുതായി സൃഷ്ടിക്കപ്പെട്ടത് 1 ലക്ഷം തൊഴിലവസരങ്ങൾ. ഇറാൻ US ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും.
മേഖലയിൽ സമാധാന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിൽ ഇറാന്റെ ആണവായുധ വിനിരോധന നീക്കങ്ങളിൽ സഹകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനികാഭ്യാസം ചുരുക്കാൻ US പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിച്ചു. മെക്ക പ്രതിരോധ കരാറിനെ സ്വാഗതം ചെയ്ത് പുതിയ നീക്കവുമായി ട്രംപ്. ശക്തമായ പ്രാദേശിക സുരക്ഷയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പെന്ന വിശേഷണം. മിഡിൽ ഈസ്റ്റ് ഒന്നിക്കുന്നുവെന്നും പ്രസ്താവന. കൊറിയൻ പോരിൽ അമേരിക്കയുടെ അസാധാരണ ചുവടുമാറ്റം. ദക്ഷിണ കൊറിയയെ തള്ളി കിം ജോങ് ഉന്നുമായി അടുക്കാൻ ട്രംപ്. പ്രകോപനമായത് ഇറാൻ യുദ്ധത്തിന് പിന്തുണ നൽകാതിരുന്നത്. ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനികാഭ്യാസങ്ങൾ അമേരിക്ക ഗണ്യമായി കുറയ്ക്കുമെന്ന് പ്രസിഡന്റ്. കിം ജോങ് ഉന്നുമായുള്ള പഴയകാല ചിത്രവും ട്രംപ് പങ്കുവച്ചു. US സൈനികരെ പിടിച്ചാൽ സമ്മാനം പ്രഖ്യാപിച്ച ഇറാൻ. ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്ക് $30,000. പിടിക്കുന്നത് ഇറാനിയൻ സ്ത്രീകളാണെങ്കിൽ ഇരട്ടി പാരിതോഷികം. കളി അവസാനിപ്പിക്കുമെന്ന സൂചനയുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ സീസൺ തന്റെ അവസാനത്തോടെയാകാൻ സാധ്യതയുണ്ടെന്ന് ക്രിസ്ത്യാനോ. കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ഭാവി ജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്നും അഭിമുഖത്തിൽ താരം. പ്രമുഖ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയായ മൈജിയുടെ പുതിയ ഫ്യൂച്ചർ ഷോറൂം മുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം ഹണി റോസാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് പുറമെ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുള്ള വൻ ശേഖരമാണ് ഈ ഫ്യൂച്ചർ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലാഭമെടുക്കാതെയുള്ള വിൽപ്പനയും 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും അടങ്ങുന്ന മൈജി മാസ് ഓണം സീസൺ 4 ഓഫറുകളും ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട്. BMW കാർ, സ്കൂട്ടറുകൾ, ക്യാഷ് പ്രൈസുകൾ എന്നിവയാണ് ഓണം ബമ്പർ സമ്മാനങ്ങളായി ലഭിക്കുക. മൈജി സൂപ്പർ EMI എക്സ്ചേഞ്ച് സൗകര്യം, സർവീസിനായി മൈജി കെയർ തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. മൂന്നാറിന്റെ ക്രമസമാധാന പാലനത്തിന് ഇനി പെൺകരുത്ത്. ഇടുക്കി കട്ടപ്പന നരിയമ്പാറ സ്വദേശിയായ കൃഷ്ണപ്രിയ ഉണ്ണി SHO ആയി ചുമതലയേറ്റു. ആദ്യമായാണ് മൂന്നാർ സ്റ്റേഷൻ ചുമതലയിൽ ഒരു വനിത എത്തുന്നത്. മൂന്നാറിന്റെ മലനിരകൾക്ക് ഇനി കൃഷ്ണപ്രിയയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയുടെ കാവലുണ്ടാകും. 2024 ബാച്ചുകാരിയായ കൃഷ്ണപ്രിയയ്ക്ക് ഇത് ഔദ്യോഗിക ജീവിതത്തിലെ നിർണായക നിമിഷമാണ്. വിനോദസഞ്ചാരികളുടെ തിരക്കേറിയ മൂന്നാറിൽ സഞ്ചാരികളുടെ സുരക്ഷയും ക്രമസമാധാനവും മുതൽ നിരവധി വെല്ലുവിളികൾ. ഇടുക്കിയുടെ പെൺകരുത്ത് വെല്ലുവിളികളെ സധൈര്യം നേരിടാനാണ് ഒരുങ്ങുന്നത്. ഇപ്പോൾ മൂന്നാർ സ്റ്റേഷൻ്റെ SHO ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം ഒരു ഇടുക്കിക്കാരി എന്ന നിലയ്ക്ക് മൂന്നാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലേസിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. സ്വന്തം ജില്ലയിൽ, അതും കേരളത്തിലെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ സുരക്ഷാ ചുമതലയിൽ നിയമിതയായതിന്റെ സന്തോഷത്തിലാണ് കൃഷ്ണപ്രിയ. ന്യൂസ് 18 ഇടുക്കി. മതത്തിനും ജാതിക്കുമപ്പുറം മനുഷ്യനെ കണ്ടെത്താൻ സൈക്കിളിൽ സോളോ ഇന്ത്യൻ പര്യടനവുമായി ഒരു യുവാവ്. ജമ്മു കാശ്മീർ സ്വദേശിയായ നിഷാന്ത് ശർമ്മ എന്ന 27-കാരനാണ് മനുഷ്യത്വം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യവുമായി സൈക്കിളിൽ ഏകനായി ഇന്ത്യയുറ്റുന്നത്. മതത്തിനും ജാതിക്കും അപ്പുറം മനുഷ്യനാണ് വലുതെന്ന സന്ദേശം സമൂഹത്തിന് നൽകുകയാണ് നിഷാന്ത് തന്റെ യാത്രയിലൂടെ. മതത്തിന്റെയും ജാതിയുടെയും വേലിക്കെട്ടുകൾക്കപ്പുറം മനുഷ്യരാശിക്കായി സൈക്കിളിൽ ഇന്ത്യ ചുറ്റാനിറങ്ങിയിരിക്കുകയാണ് ഒരു 27-കാരൻ. മതവും ജാതിയും പറഞ്ഞ് മനുഷ്യനെ വേർതിരിക്കുന്ന ഇന്ത്യയിൽ മനുഷ്യനില്ലെങ്കിൽ മതവും ജാതിയും ഉണ്ടാകില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന സന്ദേശവുമായാണ് നിഷാന്ത് സൈക്കിൾ പര്യടനം നടത്തുന്നത്. 8 മാസം മുൻപ് 2025 ഡിസംബർ 24-ന് കാശ്മീരിൽ നിന്നാണ് നിഷാന്ത് തന്റെ യാത്ര ആരംഭിച്ചത്. ഹിമാചൽ, ജമ്മു കാശ്മീർ, ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, കർണാടക, കേരള സംസ്ഥാനങ്ങൾ പിന്നിട്ട് യാത്ര ഇപ്പോൾ കന്യാകുമാരിയും കടന്നിട്ടുണ്ട്. മതത്തിന്റെയും ജാതിയുടെയും ഭാഷയുടെയും പേരിൽ മനുഷ്യർ വിഭജിക്കപ്പെടുന്ന ഈ കെട്ടകാലത്ത് മനുഷ്യർ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന സന്ദേശമാണ് നിഷാന്ത് സമൂഹത്തിന് നൽകുന്നത്. മനുഷ്യനില്ലെങ്കിൽ മതം കൊണ്ട് പ്രയോജനമില്ലെന്നും നിഷാന്ത് പറയുന്നു. मेरा ये सोलो साइकिलिंग का पर्पस ये है कि हमारे इंडिया में आजकल कास्ट को लेके, रिलीजन को लेके, लैंग्वेज को लेके लोग डिवाइड हो रहे हैं. लाइक वी पीपल आर गेटिंग डिवाइडेड ओवर रिलीजन, ओवर कास्ट, ओवर लैंग्वेजेस. सो मेरा पर्पस ये है कि हम सबको एक मिलकर रहना चाहिए. वी आर वन.
एंड अगर ह्यूमैनिटी है तो रिलीजन है, अगर ह्यूमैनिटी नहीं है तो रिलीजन का कोई फायदा नहीं है। और हर एक रिलीजन में, चाहे वो गीता हो, चाहे वो बाइबल हो, चाहे वो कुरान हो, चाहे वो ग्रंथ साहिब हो, सबसे पहले बात होती है ह्यूमैनिटी की। ജമ്മു സ്വദേശിയായ നിശാന്ത് ഇപ്പോൾ ഡൽഹിയിലാണ് താമസം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കടന്ന് യാത്ര നേപ്പാളിലേക്ക് പ്രവേശിക്കാനാണ് നിശാന്ത് ഉദ്ദേശിക്കുന്നത്. BCA ബിരുദധാരിയായ നിശാന്തിന് സൈക്ലിംഗ് പ്രൊഫഷനായി എടുക്കാനാണ് താൽപ്പര്യം. ന്യൂസ് 18 തിരൂർ. ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജനായി ശരണ്യ മോഹൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു നാടിന്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇടുക്കി ജില്ലയിലെ ഊരാളി ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഡോക്ടറാണ് ശരണ്യ. സ്വന്തം നാട്ടിൽ തന്നെ ആദ്യ നിയമനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ഉപ്പുതറ കണ്ണമ്പടി വനമേഖലയിൽ നിന്നാണ് ശരണ്യ പഠിച്ചു വളർന്നത്. കണ്ണമ്പടി പുന്നപ്പാറ ഊരിൽ കണ്ടത്തിൻകര KN മോഹനന്റെയും മിനിമോളുടെയും ഏക മകൾ. കുട്ടിക്കാലം മുതലേ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഡോക്ടറാകണം, സ്വന്തം ജനങ്ങളെ ശുശ്രൂഷിക്കണം. 10ാം ക്ലാസ്സിൽ 90%, +2-ന് 88% മാർക്ക് വാങ്ങി. എങ്കിലും MBBS എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ 2019 എൻട്രൻസിൽ ST വിഭാഗത്തിൽ 23ാം റാങ്കോടെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി. MBBS പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. PSC റാങ്ക് ലിസ്റ്റിലൂടെ തേടിയെത്തിയത് ജന്മനാട്ടിലെ ആശുപത്രിയായ ഉപ്പുതറ CHSയിലെ നിയമന ഉത്തരവ്. ഉപ്പുതറ സർക്കാർ CHSയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി മോഹന്റെ സാന്നിധ്യത്തിൽ ചുമതലയേൽക്കുമ്പോൾ ശരണ്യയ്ക്ക് ആഹ്ലാദവും അഭിമാനവും. തന്റെ നേട്ടം പുതിയ തലമുറയ്ക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയും. എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കൊരു പ്രചോദനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെ വലിയൊരു ഭാഗ്യം. ചെറുപ്പം തൊട്ടേ പഠിക്കാനൊക്കെ നല്ലതായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് സയൻസിനോടും താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറാണെന്നൊരാഗ്രഹം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. ഉപ്പുതറക്കാർക്ക് ശരണ്യ നാട്ടിലെ ഡോക്ടറാണ്. ആരോഗ്യമേഖലയിൽ തനിക്ക് ഒട്ടേറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ശരണ്യയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറയുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴ ചേർത്തല തെക്ക് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി അടയ്ക്ക വാങ്ങിയതിന് അഴിമതിയെന്ന ആരോപണം. 5 രൂപ നിരക്കിൽ ലഭിക്കുന്ന അടയ്ക്ക വാർഡ് മെമ്പർ ഇടനിലക്കാരനിൽ നിന്ന് തൊഴിലാളികൾക്ക് നൽകിയത് 9 രൂപയ്ക്ക്. 3.5 ലക്ഷം അടയ്ക്കയാണ് ഇങ്ങനെ വാങ്ങി തൊഴിലാളികൾക്ക് വൻ നഷ്ടത്തിൽ വിറ്റത്. പലിശയെടുത്തും സ്വർണ്ണപ്പണയം വെച്ചും കൂലിത്തൊഴിലാളികൾ 15 ലക്ഷത്തോളം രൂപയാണ് പാവപ്പെട്ട തൊഴിലാളികൾക്ക് നഷ്ടമായത്. പണി കിട്ടുമല്ലോ എന്ന് ഓർത്ത് നോക്കി. പൈസ തിരിച്ചു കിട്ടിയാലെന്ന് പറഞ്ഞ്, പൈസ തിരിച്ചു കിട്ടിയാലും നിങ്ങൾ വേറെ എടുത്ത് മേടിച്ചോളണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അത് പണി കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കി വായ്പ വഴിയൊക്കെ ആയിട്ട് മേടിച്ച് ഓരോരുത്തരോട് മേടിച്ചൊക്കെ കൊടുത്താണ്. അവസ്ഥ എന്താ? വീട്ടിൽ ഞങ്ങൾ അമ്മയും മകനും 2 പേരേ ഉള്ളു. കൂലിപ്പണിയാണ്. ഞാൻ പണിക്കൊന്നും പോലെ, ഞാൻ തൊഴിലുറപ്പിന് മാത്രമാണ് പോണം. മകൻ എന്തായാലും കൂലിപ്പണിക്ക് പോവും. അങ്ങനെയാണ് കഴിയണം. അർത്തുങ്കൽ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലെ പാവപ്പെട്ട സ്ത്രീകളാണ് കബളിപ്പിക്കപ്പെട്ടുവെന്ന പരാതി ഉന്നയിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഒരു നഴ്സറിയിൽ 6400 തൈകൾ വീതമാണ് വെച്ചു പിടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ 3 മുതൽ 5 വരെ നഴ്സറികൾ 24 പഞ്ചായത്തുള്ള ഒരു വാർഡിൽ തന്നെയുണ്ട്. അടയ്ക്ക കൂട്ടത്തോടെ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് തൊഴിലാളികളെയും മേട്രനെയും സമീപിച്ചത് തൊട്ടടുത്ത വാർഡ് മെമ്പർ തന്നെയാണെന്ന് അവർ പറയുന്നു. ഇവരാണ് തങ്ങളെ വഞ്ചിച്ചതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. ഞങ്ങൾക്ക് പുറത്തൊരു സ്ഥലത്ത് നിന്ന് 4 രൂപയ്ക്കും 2 രൂപയ്ക്കും പാക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പാക്ക് അവിടെ നിന്ന് എടുത്തു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പാക്ക് നമ്മൾ 9 രൂപ വെച്ച് 4500 പാക്ക് പഞ്ചായത്തിൽ നിന്ന് എടുത്തത്. പക്ഷേ ഇത്രയും വില പാക്കിന് വരുമല്ലോ. പഞ്ചായത്ത് എന്ന് പറയുമ്പോഴത്തേനും പഞ്ചായത്ത് ഇടപെട്ടിട്ടല്ല, മെമ്പർ 24ാം വാർഡ് മെമ്പർ ബെൻസി പുള്ളിയുടെ കയ്യിലാണ് നമ്മൾ പൈസ കൊടുത്തത്. ഈ വാർഡിൽ അല്ല, നമ്മുടെ പഞ്ചായത്തിൽ എല്ലായിടത്തും പാക്ക് കൃഷി തന്നെയായിരുന്നു. എല്ലാവരും തന്നെ പഞ്ചായത്തിന്റെ ഇതിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. 31.50 ലക്ഷം രൂപയുടെ അടക്കയാണ് ഇവർ വാങ്ങി നൽകിയിട്ടുള്ളത്. സമീപ പഞ്ചായത്തുകൾ 6 രൂപയ്ക്കും തെക്ക് പഞ്ചായത്തിലെ തന്നെ ഒരു വാർഡിൽ തൊഴിലാളികൾ നേരിട്ടും അടക്ക വാങ്ങിയിട്ടുണ്ട്. ഇതോടെയാണ് അഴിമതി ആരോപണം ഉയർന്നത്. തൊഴിലാളികൾ അടക്ക വാങ്ങിയതിന്റെ ബിൽ ചോദിച്ചെങ്കിലും ആരോപണ വിധേയർ കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല.
അതേസമയം നാടൻ അടയ്ക്കാണ് 6 രൂപയെന്നും തങ്ങൾ വാങ്ങിയത് മംഗള ഇനത്തിൽപ്പെട്ട അടയ്ക്കയാണെന്നുമാണ് ആരോപണ വിധേയരുടെ വാദം. ആദ്യമായിട്ടാണ് തൊഴിലാളികൾ അവരുടെ പണം ഈ തൊഴിൽ മുടക്കി അവരുടെ കൃഷി ഇറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നിത്യേന ഈ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 50 ദിവസം മാത്രമേ ഈ 100 തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുമ്പോൾ 50 വരെ ഒക്കെ കിട്ടുക തന്നെ ഭാഗ്യമെന്നുള്ളതാണ് ഈ സ്ത്രീകൾ വ്യക്തമാക്കുന്നത്. അതിനും അപ്പുറം ഏറ്റവും സങ്കടകരം, ഇവർ ഈ പണം കണ്ടെത്തിയത് സ്വർണം പണയം വെച്ചും വായ്പ എടുത്തും ഒക്കെയാണ് ഈ പണം നൽകിയെന്നുള്ളതാണ്. അവിടെ അവരെ മുന്നിൽ നിന്ന് നയിക്കേണ്ട, അവർക്ക് ഏറ്റവും ലാഭകരമായ രീതിയിൽ ഈ ഒരു കാര്യം ചെയ്യാനായി സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നാണ് ഇത്രയധികം തുകയുടെ വ്യത്യാസത്തിൽ വലിയ നഷ്ടം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് വരുത്തിക്കൊണ്ട് അത് ആ കച്ചവടത്തിലേക്ക് പോയത് എന്ന് അറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗുരുതരമായ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സഹായിക്കേണ്ടവർ തന്നെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു നടപടിയായി പോയി ചേർത്തല തെക്ക് പഞ്ചായത്തിൽ ഉണ്ടായതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,270, പവന് 1,14,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,725, പവന് 93,800. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.